ബഹുമാനപ്പെട്ട കൗൺസിൽ എനിക്ക് നൽകി തന്നിട്ടുള്ള വിഷയം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പങ്കുവെക്കുന്നതിലൂടെ സമൂഹത്തിൻ്റെ യഥാസ്ഥാനം എന്നുള്ളതാണ്. 3 വാക്യങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതിൽ 2 വാക്യങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പരസ്യമായി നമ്മെ വായിച്ച് കേൾപ്പിക്കും. പ്രാരംഭത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും, അതിനുശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ ഭാഗത്തു നിന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രധാനപ്പെട്ട 5 ചിന്തകളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് നൽകി തന്നിട്ടുള്ള തീമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ചിന്തിക്കുമ്പോൾ പ്രധാനമായ 4 കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണാം. 1, ദൈവത്തിൻ്റെ സ്നേഹം. 2, ദൈവത്തിൻ്റെ കരുതൽ. 3, പങ്കുവെക്കുന്ന അനുഭവം. 4, യഥാസ്ഥാനം. ഈ 4 ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പങ്കുവെക്കുക എന്നുള്ള വിഷയത്തിൽ നിന്ന് ഈ വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ 2 വാക്യങ്ങളിൽ നിന്ന് പ്രധാനമായ 5 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു നൽകിയത്. ഒന്നാമത്തേത്, എന്തു പങ്കുവെക്കണം. രണ്ടാമത്തത്, എന്തുകൊണ്ട് പങ്കുവെക്കണം. മൂന്നാമത്തത്, എവിടെയെല്ലാം പങ്കുവെക്കണം. നാലാമത്തത്, ആര് പങ്കുവെക്കണം. അഞ്ചാമത്തെ വിഷയം എന്ന് പറയുന്നത് ആര് പങ്കുവെക്കണം. എൻ്റെ കേൾവിക്കാർക്ക് ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലകത്തേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഈ വാക്യങ്ങളിൽ നിന്ന് തുറന്നുള്ള ചില മിനിറ്റുകൾ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്, 1, എന്താണ് പങ്കുവെക്കേണ്ടത്. 2, എന്തുകൊണ്ട് പങ്കുവെക്കണം. 3, എവിടെയെല്ലാം പങ്കുവെക്കണം. 4, എങ്ങനെ പങ്കുവെക്കണം. 5, ആര് പങ്കുവെക്കണം. ഈ ചിന്തകളാണ് തുടർന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരികയാണ്. എന്തു പങ്കുവെക്കണം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പങ്കുവെക്കൽപ്പെടുന്നതിന് അസാധാരണമായ ശക്തിയുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? പങ്കുവെക്കുന്നതിന് അസാധാരണമായ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ആത്മനിയോഗത്തോടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുകയാ, പങ്കുവെക്കുന്നതിന് അസാധാരണമായ ശക്തിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതാ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഹവ്വ കൊണ്ടുവന്ന ആദാമിന് ആ ഫലം പങ്കുവെച്ചപ്പോൾ അവിടെ സംഭവിക്കപ്പെട്ട കാര്യം, ദൈവികമായ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോകുകയാണ്. മനുഷ്യൻ വീണു പോകുകയാണ്. ഇന്ന് രാത്രി ആ ദൂത് തിരിച്ചറിഞ്ഞവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഒരു പങ്കുവെക്കലിനകത്ത് മനുഷ്യൻ വീണു പോകുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീണു പോയ മനുഷ്യനെ ഒരു പങ്കുവെക്കലിലൂടെ തിരികെ പിടിക്കുകയാ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. വീണു പോയ മനുഷ്യനെ തിരികെ പിടിക്കാനുള്ള ഒരു സംവിധാനം പങ്കുവെക്കുക എന്നുള്ളതാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ വീണുപോയവനെ, സ്തോത്രം, പങ്കുവെക്കലിലൂടെ വീണുപോയവനെ പുതിയ നിയമത്തിൽ പങ്കുവെക്കലിലൂടെ തിരികെ പിടിക്കുകയാ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആത്മനിയോഗത്തോടെ പറയാൻ കഴിയും, സ്തോത്രം, സുവിശേഷത്തിൻ്റെ പങ്കുവെക്കപ്പെടൽ എൻ്റെ അകത്തത് വ്യാപരിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ ജനറൽ കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രിയിൽ ഈ കൺവെൻഷനകത്ത് പങ്കെടുക്കാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിയതെന്ന് നമുക്ക് ഉറപ്പോടെ പറയാനായിട്ട് കഴിയും. സ്തോത്രം. അപ്പൊ പങ്കുവെക്കുന്നതിന് അസാധാരണമായ ശക്തിയുണ്ട്. സ്തോത്രം. അപ്പോൾ എന്താണ് പങ്കുവെക്കേണ്ടതെന്ന് ചോദിച്ചാൽ
അതിൻ്റെ മറുപടി ഇതാണ്. നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തി. അതാണ് സുവിശേഷം. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനിലൂടെ, യേശു കർത്താവിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തി. അത് പങ്കുവെക്കാൻ നമുക്ക് കഴിയണം. അതാണ് സുവിശേഷം. ദൈവത്തിൻ്റെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ വാക്കുകളിലൊന്നും ഒതുങ്ങിപ്പോകുന്ന സ്നേഹമല്ല. അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്. 2, ദൈവത്തിൻ്റെ സ്നേഹം മഹാസ്നേഹമാണ്. 3, ദൈവത്തിൻ്റെ സ്നേഹം വലിയ സ്നേഹമാണ്. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്നവർക്ക് ആത്മനിയോഗത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ആ സ്നേഹത്താൽ പൊതിയപ്പെട്ടത് കൊണ്ടാണ് ഈ ജനറൽ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ ഞാൻ ആയിരിക്കുന്ന ഉറപ്പുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എന്താണ് പങ്കുവെക്കേണ്ടത്? സുവിശേഷമാണ് പങ്കുവെക്കേണ്ടത്. ഇതുപോലെ പങ്കുവെക്കാൻ കൊള്ളാകുന്ന മറ്റെന്താ ഉള്ളത്? ഇത്രയും ഉദാത്തമായ, ഉത്തമമായ, ഉത്കൃഷ്ടമായ മറ്റൊന്നില്ല. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തോട്ട്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇത്രയും ആവേശത്തോടെ നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇതിന് പ്രത്യേകതയുണ്ട്. സുവിശേഷം എന്നുള്ളത് സത്യസുവിശേഷമാണ്. സ്തോത്രം. സുവിശേഷം എന്നുള്ളത് സത്യസുവിശേഷമാണ്. സുവിശേഷം എന്നുള്ളത് നന്മയുടെ സുവിശേഷമാണ്. സുവിശേഷം എന്നുള്ളത് സമാധാനത്തിന്റെ സുവിശേഷമാണ്. സുവിശേഷം എന്നുള്ളത് നിത്യജീവന്റെ സുവിശേഷമാണ്. ഇത് പങ്കുവെക്കാനാ ദൈവം നമ്മളെ വിളിച്ച്. ഇന്ന് രാത്രി ആ നിയോഗമുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തോട്ട്. സ്തോത്രം, 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 സ്തോത്രം. വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. 1ാമത്തെ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കണം. പങ്കുവെക്കണം. എന്ത് പങ്കുവെക്കണം? സുവിശേഷം പങ്കുവെക്കണം. 2ാമത്തെ ചിന്ത, എന്തുകൊണ്ട് പങ്കുവെക്കണം? എന്തുകൊണ്ട് പങ്കുവെക്കണം? പ്രിയമുള്ളവരെ, വളരെ താഴ്മയോടെ ഒരിക്കൽ കൂടിയ യാഥാർത്ഥ്യം ഇന്ന് രാത്രി നമ്മുടെ ജനറൽ കൺവെൻഷന്റെ 3ാമത്തെ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. ഇതല്ലാതെ വേറൊരു മാർഗമില്ല. സ്വത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം, ഏക സത്യനാമം, ഏക നിത്യനാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന എല്ലാവർക്കും രക്ഷയ്ക്കുതകുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇത് പങ്കുവെക്കണ്ടേ? ഇത് പങ്കുവെക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയുന്നത്, നാം നിൽക്കുന്നത് കൃപായുഗമാണ്. പഴയ നിയമ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ സമ്പൂർണമായി നശിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ക്രോധം ചൊരിയപ്പെടുന്നതിന് മുമ്പായിട്ട് ദൈവം രക്ഷയ്ക്കായിട്ട് വിവിധ മാർഗങ്ങൾ വെക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ കാലഘട്ടം, പാപം പെരുകി. യഹോവയായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് അനുതപിച്ചു. പാപത്തിൽ മുങ്ങിക്കുളിച്ച ജനം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറയും, ഞാൻ ഇതിനെ നശിപ്പിക്കാൻ പോകുക, പക്ഷേ രക്ഷയ്ക്കായിട്ട് ഞാനൊരു സംവിധാനം ഒരുക്കുകയാണ്. അത് പെട്ടകമാണ്. സ്തോത്രം. നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം രക്ഷയ്ക്കായിട്ട് വെച്ച മാർഗം പെട്ടകമാണ്. കാലങ്ങൾ ചിലത് കഴിഞ്ഞു പോയി. ലോത്തിന്റെ കാലഘട്ടത്തിലേക്ക് വരികയാണ്. ലോത്തിന്റെ കാലഘട്ടം, സോദോം ഗൊമോറയുടെ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ വലുതായി. ദൈവം സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കി. പക്ഷേ അവിടെ ദൈവം തമ്പുരാൻ രക്ഷയ്ക്കായിട്ട് ഒരു മാർഗം അവരോട് പറയുന്നത്, നിങ്ങൾ പർവ്വതത്തിലേക്ക് ഓടണം. ലോത്തിന്റെ കാലഘട്ടത്തിൽ രക്ഷയ്ക്കായിട്ട് വെച്ച മാർഗം പർവ്വതത്തിലേക്ക് ഓടുക എന്നുള്ളതാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവർ ദൈവത്തോടും ദൈവദാസന്മാരോടും പിറുപിറുത്തു, എതിരെ സംസാരിച്ചു. സ്വർഗസ്ഥനായ ദൈവം അവരുടെ ഇടയിലേക്ക് അഗ്നി സർപ്പങ്ങളെ അയച്ചു.
അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് മനുഷ്യർ മരുഭൂമിയിൽ മരിച്ചു വീണാൻ തുടങ്ങിയപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം പറയുക, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കണം, അത് മരുഭൂമിയിൽ ഉയർത്തി കാട്ടണം. അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്നവർ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോ രക്ഷ പ്രാപിക്കും. പഴയ നിയമകാലഘട്ടത്തിൽ മനുഷ്യന് രക്ഷയ്ക്കായിട്ട് പെട്ടകം ദൈവം കൊടുത്തു, പർവ്വതം കൊടുത്തു, പിച്ചള സർപ്പം കൊടുത്തെങ്കിൽ ഈ കൃപായുഗത്തിൽ എന്നെ കേൾക്കുന്ന മാന്യപ്രിയമുള്ളവരെ, ആത്മനിയോഗത്തോടെ ഞാൻ ഓർപ്പിക്കാം, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മാർഗമില്ല, ഒന്നര മാർഗമില്ല. സ്തോത്രം. ഇന്ന് രാത്രി ആവേശമുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ കർത്താവിനെ പ്രസംഗിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നര മാർഗമില്ല, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇത് പങ്കുവെക്കേണ്ടത്? സ്തോത്രം. ഇതല്ലാതെ വേറെ ഒരു മാർഗം ഇല്ല എന്നുള്ളതാ. സ്തോത്രം. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. സ്തോത്രം. അതുകൊണ്ടല്ലേ എന്തെല്ലാം പ്രതികൂലങ്ങൾ നേരിട്ടിട്ടും പ്രതിസന്ധികൾ നേരിട്ടിട്ടും സ്തോത്രം അതൊന്നും വകവെക്കാതെ, സ്തോത്രം ഹല്ലേലൂയ, അതൊന്നും സ്തോത്രം വകവെക്കാതെ സ്തോത്രം ദൈവദാസന്മാർ ചങ്കുറപ്പോടെ ഇറങ്ങി നിൽക്കുന്നതിന്റെ കാരണം സ്തോത്രം വേറെ ഓപ്ഷൻ ഇല്ല. സ്തോത്രം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമമാ. സ്തോത്രം. ഭാരത സഭ തിരിച്ചറിയട്ടെ, കേരളത്തിലുള്ള ദൈവമക്കൾ തിരിച്ചറിയട്ടെ, സ്തോത്രം എന്റെ ഹല്ലേലൂയ കൂട്ടുപ്രവർത്തകർ തിരിച്ചറിയട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കട്ടെ. സമൂഹത്തിന്റെ കേടുപോക്കാൻ പര്യാപ്തമായ മറ്റൊന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സമൂഹത്തിന്റെ യഥാസ്ഥാനം എന്നുള്ളത് ഇതിനകത്ത് വരുന്നുണ്ട്. എങ്ങനെ നമുക്കിതിനെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് പറ്റും? വെളിച്ചമാകുന്ന യേശുവിനെ കൊടുത്താൽ യഥാസ്ഥാനപ്പെടും, വഴിയാകുന്ന യേശുവിനെ കൊടുത്താൽ യഥാസ്ഥാനപ്പെടും, ജീവന്റെ അപ്പമാകുന്ന യേശുവിനെ കൊടുത്താൽ യഥാസ്ഥാനപ്പെടും, പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശുവിനെ കൊടുത്താൽ യഥാസ്ഥാനപ്പെടും. സമൂഹത്തെ യഥാസ്ഥാനപ്പെടുത്താൻ ഒറ്റ മാർഗം, യേശുവിന്റെ മാർഗം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇച്ചിരി ആവേശത്തോടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. സ്തോത്രം. ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇത് പമ്മിയും പതുങ്ങിയും സ്തോത്രം പതുക്കെ പറയേണ്ട ഒരു കാര്യമല്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സ്തോത്രം. കോരഹപുത്രന്മാർ നിലവിളിച്ചു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും ഒരു നാളും സാധ്യമല്ല. ആർക്കും ഒരു നാളും സാധ്യമല്ലാതെ ഇരുന്നത് സ്തോത്രം അനന്തത വെടിഞ്ഞ് അവനിലേക്ക് ആഗമിച്ച് അനന്ത കോടി ജനതയുടെ അതികഠിനമായ പാപം തൻ്റെ അതിപാവനമായ ശരീരത്തിൽ ഏറ്റെടുത്ത് അവനിക്കും ആകാശത്തിനും മധ്യ ഇരു കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി തീർന്നു. യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ മാനവ സമൂഹത്തിന് വിമോചനമില്ലെന്ന്, മാനവ സമൂഹത്തിന് രക്ഷയില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ എന്നോട് ചേർന്ന് അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി ആ ജീവന്റെ തുടുപ്പ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. രാത്രി അകക്കണ്ണ് പ്രകാശിക്കണം. ആത്മബലം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ആത്മിക ദർശനം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും ഉദാസീനപ്പെട്ട് നാം ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയുക, ഇതല്ലാതെ ലോകത്തെ രക്ഷിക്കാൻ വേറൊന്നില്ല. സ്തോത്രം. സമയം വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. എവിടെയെല്ലാം ഇത് പങ്കുവയ്ക്കണം. സ്തോത്രം. എവിടം വരെയാണ് ഇതിൻ്റെ ബൗണ്ടറി? എവിടെ വരെ ഇത് പങ്കുവെക്കാം? സ്തോത്രം. സുവിശേഷം എന്നുള്ളത് ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ എന്ന ഒരു ചിന്ത നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ തന്നെ സ്തോത്രം നമ്മൾ വായിച്ച വാക്യത്തിൽ ഇതിൻ്റെ അതിര് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം പങ്കുവെക്കണം. സ്തോത്രം. എവിടെയല്ല ഇത് പങ്കുവെക്കണം? ഇത് പങ്കുവെക്കാൻ എവിടെ സാധ്യതയാ?
സ്വോത്രം. രാത്രി ഒരുക്കമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? ഇത് പങ്കുവെക്കാൻ എവിടെയും സാധ്യതയാണ്. ഇത് പങ്കുവെക്കാൻ എവിടെയും സാധ്യതയാണ്. സ്വോത്രം, സ്വോത്രം. എല്ലാ പർവ്വതങ്ങളിലും, എല്ലാ താഴ്വരകളിലും, എല്ലാ പട്ടണങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ പെരുവഴികളിലും, എല്ലാ ഇടവഴികളിലും പങ്കുവെക്കാൻ കൊള്ളാകുന്ന ഒന്ന്, സ്വോത്രം, അത് സുവിശേഷമാണ്. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. രാത്രി തിരിച്ചറിയുന്നവർ ദൈവത്തിനൊന്ന് സ്വോത്രം ചെയ്യാമോ? ആ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? സ്വോത്രം. ഇതെവിടെയെല്ലാം പങ്കുവെക്കണമെന്ന് ചോദിച്ചാൽ, സ്വോത്രം, മനുഷ്യ ജീവൻ എവിടൊക്കെ ഉണ്ടോ അവിടെല്ലാം ഇത് പങ്കുവെക്കണം. സ്വോത്രം. ഇന്ന് രാത്രിയിൽ നാം സേഫായിരിക്കുന്ന കൂടുകളിൽ നിന്ന് പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. മനുഷ്യ ജീവൻ എവിടെല്ലാം ഉണ്ടോ, പർവ്വതങ്ങളിൽ, താഴ്വരയിൽ, പട്ടണത്തിൽ, ഗ്രാമത്തിൽ, ഇടവഴിയിൽ, പെരുവഴിയിൽ, ഇത് പങ്കുവെക്കാൻ ദൈവം നമ്മളെ വിളിക്കുക. സ്വോത്രം, സ്വോത്രം. നമുക്ക് പ്രസിദ്ധനായ വില്യം കേറിയുടെ ചരിത്രം അറിയാം. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് അദ്ദേഹം വന്നു. അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ, സ്തോത്രം, അനുഭവിക്കപ്പെട്ട വേദനകൾ, സ്തോത്രം, ഏത് മനുഷ്യന്റെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്നതാണ്. സ്തോത്രം. പങ്കുവെക്കാൻ ഇംഗ്ലണ്ട് എന്ന ഭൂപ്രദേശം വിട്ട് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിലേക്ക് ആ മനുഷ്യൻ വന്നപ്പോൾ സുവിശേഷത്തിന്റെ വ്യാപ്തി എവിടെല്ലാം എത്തിക്കാൻ പറ്റുമെന്ന്, സ്തോത്രം, അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. എന്താ സംഭവിച്ചെന്നറിയാമോ? വളരെ തീവ്രമായ വേദനകളിലൂടെ അദ്ദേഹം കടന്നുപോയി. സ്വന്തം മകൻ മരിച്ചു. 5 വയസ്സുള്ള തൻ്റെ സ്വന്തം മകന്റെ ശവശരീരം പച്ചമണ്ണിനകത്ത് തൻ്റെ സ്വന്തം കൈ കൊണ്ട് വെട്ടി അടക്കം ചെയ്തു. പിന്മാറിയില്ല, പിന്മാറിയില്ല. സ്തോത്രം. ഭാര്യ മാനസിക രോഗിയായി, പിന്മാറിയില്ല. സ്തോത്രം. സുവിശേഷം പങ്കുവെക്കാൻ തുടങ്ങി. എന്താ റിസൾട്ട് ഉണ്ടായെന്നറിയാമോ? 40ഓളം ഭാഷകളിൽ വിശുദ്ധ വേദപുസ്തകം തർജ്ജിമ ചെയ്യാനിടയായി. 19 മിഷൻ സ്റ്റേഷനുകൾ ഉണ്ടായി. 200-ലധികം ഗ്രാമ സ്കൂളുകൾ ഉണ്ടായി. സ്തോത്രം. ഇന്നു രാത്രി അരങ്ങപ്പാറ നയമല്ല സുവിശേഷീകരണത്തിന് ആവശ്യം. ചലിക്കുന്ന കാലുകളാണ്. ചലിക്കുന്ന കാലുകൾ. ഓ ശരമന. നമ്മുടെ സമൂഹത്തിൽ ചരിത്രപരമായ മാറ്റങ്ങൾ സുവിശേഷത്തിലൂടെ ഈ കാലഘട്ടത്തിൽ വരുത്താൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു തീനാളം പോലെ ഈ വചനങ്ങൾ നിങ്ങളുടെ അകത്തു കയറണം. സ്തോത്രം. അനങ്ങാപ്പാറ നയത്തിനൊന്നും നടക്കത്തില്ല. സ്തോത്രം. പിന്മാറുന്നവരുടെ അനുഭവത്തിനകത്ത് നിൽക്കാനല്ല. എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലോ, എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലോ, കത്തിച്ചു വെച്ച സ്ഥാനത്തൊരു മെഴുകുതിരിയെ പോലെ കത്തിത്തീരേണ്ടി വന്നാലോ, ജീവിതത്തിന്റെ അവസാനം വരെ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ, ആ തീരുമാനമുള്ളവർ ഇന്ന് രാത്രി അല്പസമയങ്ങൾ സുവിശേഷകർ എഴുന്നേൽക്കട്ടെ. പട്ടണങ്ങളെ പിടിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങളെ പിടിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഗ്രാമങ്ങളെ പിടിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി ഒരു നിയോഗം ആത്മാവ് നിങ്ങളുടെ മേലിടുക. യേശുവിന്റെ നാമത്തിൽ ജയം. സ്തോത്രം, സ്തോത്രം. ഇത് ഇന്നടത്തെ പങ്കുവെക്കാവുന്നൊന്നുമില്ല. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് മരുഭൂമിയിൽ പങ്കുവെക്കാൻ പറ്റും. ഇത് ജയിലറയ്ക്കകത്ത് പങ്കുവെക്കാൻ പറ്റും. ഇത് പുഴവക്കത്ത് പങ്കുവെക്കാൻ പറ്റും. സ്തോത്രം. ഇത് ആൾക്കൂട്ടത്തിന്റെ തിബരിയാസ് കടൽക്കരയിൽ പങ്കുവെക്കാൻ പറ്റും. ഇതെവിടെയും പങ്കുവെക്കാൻ പറ്റും. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ കൈ കിട്ടിയ സാധനം ചെറിയ സാധനമല്ല. സ്തോത്രം. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എവിടെയും പങ്കുവെക്കാൻ കഴിയുന്ന, എവിടെയും ഉയർത്താൻ കഴിയുന്ന, എവിടെയും പ്രഘോഷിക്കാൻ കഴിയുന്ന, എവിടെയും പ്രസംഗിക്കാൻ കഴിയുന്ന ജീസസ്. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. എവിടെ നമുക്കിത് പറയാൻ പറ്റുമെന്ന്, എവിടെ നമുക്കിത് പങ്കുവെക്കാൻ പറ്റും?
ദൈവത്തിൻ്റെ വചനം, സഭാചരിത്ര, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, സുവിശേഷമൊക്കെ പഠിച്ചു നോക്കിക്കേ. പുഴവക്കത്ത് പൗലോസ് പങ്കുവെച്ചപ്പോ ഒരു ലൂദിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു. അർദ്ധരാത്രിയിൽ അഭിഷക്തന്മാർ കാരാഗ്രഹത്തിൽ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോ ചങ്ങലക്കാരുടെ ചങ്ങല വീണുപോയി. എല്ലാവരും ഓടിപ്പോകുമെന്ന് കണ്ടിട്ട് ഒരുവൻ തന്നെത്താൻ സ്തോത്രം വാളെടുത്ത് കഴുത്തിന് വെച്ചപ്പോ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആരും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ ഉണ്ട്, നീ നിനക്ക് തന്നെ ദോഷം ചെയ്യരുത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വെളിച്ചം ചോദിച്ചുകൊണ്ട് അവൻ ചാടി പരിഭ്രമത്തോടെ അകത്ത് കയറി. സ്തോത്രം, അകത്ത് കിടക്കുന്നവരുടെ അകത്തൊരു വെളിച്ചമുണ്ട്. അത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന വെളിച്ചമാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവർ പറയോ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ചിലതിനെ മരണത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ഒരു വെളിച്ചം നിങ്ങളുടെ അകത്ത്. ഈ കോമ്പൗണ്ടിലൊരു അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. ചിലതിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു വെളിച്ചം നിന്റെ അകത്ത് തമ്പുരാൻ ഇട്ടിട്ടുണ്ട്. സ്വോത്രം 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 സ്വോത്രം. സാധാരണ അകത്ത് കിടക്കുന്നവരല്ല വെളിച്ചം. സ്വോത്രം, സാധാരണ അകത്ത് കിടക്കുന്നവരാ വെളിച്ചം ചോദിക്കണ്ടേ, പക്ഷെ പുറത്ത് നിൽക്കുന്നവനാ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്ത് കയറുന്നേ. സ്വോത്രം, അവന് മനസ്സിലായി. സ്വോത്രം, അകത്ത് കിടക്കുന്നവരുടെ അകത്തൊരു വെളിച്ചമുണ്ട്. സ്വോത്രം, ഇന്ന് രാത്രി നീ കിടക്കുന്നത് ഒരുപക്ഷെ ദാരിദ്ര്യത്തിനകത്താകാം, ഒരുപക്ഷെ കഷ്ടതയ്ക്കകത്താകാം, ഒരുപക്ഷെ വേദനയ്ക്കകത്താകാം, ഒരുപക്ഷെ ബുദ്ധിമുട്ടിനകത്താകാം. എന്നാൽ ഇന്ന് രാത്രി ഒരു ഉറപ്പ് ഞാൻ പറയാം, നിന്റെ അകത്ത് ലോകത്തിന്റെ വെളിച്ചം ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി തോട് പൊട്ടിയത് പുറത്തു വരട്ടെ. ജീസസ്. സ്വോത്രം സ്വോത്രം. എല്ലായിടത്തും ഇത് പങ്കുവെക്കാം. പൗലോസിന്റെ മാതൃക ഇതിപ്പോ എവിടൊക്കെ പങ്കുവെച്ചെന്നറിയാം. പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26 അധ്യായം 28, 29 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, വീട് തോറും കയറി പങ്കുവെച്ചു. സ്വോത്രം, പട്ടണം തോറും പങ്കുവെച്ചു. റോമാലേഖനത്തിലേക്ക് വരുമ്പോ സ്തോത്രം, ഇനി ആ ദേശത്തെങ്ങും ആ ദിക്കിലൊന്നും സ്ഥലമില്ലാത്തതുപോലെ ആ ദിക്കിലെല്ലാം ഇത് പങ്കുവെച്ചു. സ്വോത്രം, ഇന്ന് രാത്രി സ്വയം നമ്മളെ കൂടെ ഒന്ന് പരിശോധിക്കേണ്ട രാത്രിയാ. സ്വോത്രം, നമ്മുടെ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്കിതുവരെ സുവിശേഷം പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വോത്രം, ഇന്ന് രാത്രി ആത്മാർത്ഥമായി നമ്മളോടൊന്ന് തന്നെ ചോദിച്ച്, പൗലോസ് പറയുക, ഞാൻ മിനക്കെട്ടിരുന്നിട്ടില്ല, ഞാൻ വീട് തോറും കയറി സുവിശേഷം പറഞ്ഞു. സ്വോത്രം, ഗ്രാമങ്ങളിൽ സുവിശേഷം പറഞ്ഞു, ദിക്കിൽ സ്ഥലമില്ലാത്തവരെ സുവിശേഷം പറഞ്ഞു. സ്വോത്രം, വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്വോത്രം, വലിയ സാധ്യതയാണ്. എല്ലായിടത്തും ഇത് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അടുത്ത ചിന്തയിലേക്ക് ഞാൻ പോവുകയാണ്. സ്വോത്രം, ഇത് എങ്ങനെ പങ്കുവെക്കണം? സ്വോത്രം, ഇത് എങ്ങനെ പങ്കുവെക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വന്ന 18-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മൾ വായിക്കുന്നു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. ഈ 2 വാക്യങ്ങൾ. ഒന്ന്, യേശു എങ്ങനെ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചത്? സ്വോത്രം, എല്ലായിടത്തും ഇത് നടക്കത്തില്ല. ദരിദ്രൻ, ഇത് ആവശ്യമുള്ളവരുണ്ട്, അവരോട് ഇത് എങ്ങനെ പങ്കുവെച്ചെന്നറിയാവോ? യേശുവിൻ്റെ മേൽ ആത്മാവുണ്ടായിരുന്നു. സ്വോത്രം, സുവിശേഷ പ്രവർത്തനം സജീവമാകണോ? സ്വോത്രം, ഉണങ്ങിയ പരിപാടികൾ നിർത്തണം. സ്വോത്രം, വിശ്വസിക്കുന്നുണ്ടോ? സ്വോത്രം, ഇന്ന് രാത്രി നിനക്ക് ഫലവത്തായ ശുശ്രൂഷ ചെയ്യാൻ കഴിയണമെങ്കിൽ
ഉടാരമാന ഹതരകതലകടക. ഇന്ന് രാത്രി എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം എന്നെ സജീവമാക്കുന്ന, എന്നെ ഫലപ്രദമാക്കുന്ന, എന്നിൽ നിന്ന് ഫലം പുറത്തു വരുന്ന റബശേ. ഇന്ന് രാത്രി എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട് യേശു കർത്താവിന്റെ മേലെ ആത്മാവ് വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ആത്മനിയോഗത്തോടെ ഞാൻ ഓർപ്പിക്കുകയോ, നിങ്ങളുടെ മേലെ ആത്മാവ് വ്യാപരിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ചൂടാകമാന ശാന്തരാധന അർത്ഥൽ കൗഡമന ഘടക രകലഘടക ശാന്തരാധന ഘടക. സ്വത്രം ഇത് പങ്കുവെക്കാൻ ഒരേ ഒരു ആയുധം കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് പരിശുദ്ധാത്മാവ്. സ്വത്രം പത്രോസ് യോഹന്നാനും മാളിക മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചരിത്രം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നില്ലേ? സ്വത്രം അവർ പഠിപ്പില്ലാത്തവർ, സാമാന്യ ജനമാ, പക്ഷേ അവരുടെ മേൽ ആത്മാവുണ്ട്. ആത്മാവുള്ളവനെ കൊണ്ട് ദൈവം ചില ചെയ്യിക്കും. സ്വത്രം ഇന്ന് രാത്രി അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അത് താല്പര്യപ്പെടുന്നുണ്ട്? ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു സെക്കൻഡ് ടച്ചിങ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ ഇടണമേ എന്ന് രാത്രി എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്? അങ്ങനെയുള്ളവർ അല്പസമയങ്ങളെ കരങ്ങളെ ചേർത്തടിച്ച് അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്വത്രം ചെയ്താട്ട് ആത്മാവ് നിങ്ങളെ സജീവമാക്കുന്ന രാത്രിയാണ്. ജീസസ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന നീ ആക്റ്റീവാകും. ഫലവത്തായ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കണം, നമ്മുടെ മേൽ വ്യാപരിക്കണം. സ്വത്രം ഇതെങ്ങനെയാ പങ്കുവെക്കണ്ടേ? സ്വത്രം യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 20 വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. യേശു കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട് ശിഷ്യന്മാരോട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അടുത്തത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. സ്വത്രം ഇന്ന് രാത്രി സ്വത്രം ആത്മനിയോഗത്തോട് എൻ്റെ ദൈവദാസന്മാരോട്, പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ മിനിസ്ട്രിക്കകത്ത് വെളിപ്പെട്ടാൽ നമ്മളെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്യിക്കും. സ്വത്രം വേഗത്തിൽ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുകയാണ്. അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട്, സ്വത്രം പങ്കുവെക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ചിന്ത, എന്തു പങ്കുവെക്കണം. 2, എന്തുകൊണ്ട് പങ്കുവെക്കണം. 3, എവിടെല്ലാം പങ്കുവെക്കണം. 4, എങ്ങനെ പങ്കുവെക്കണം. 5ാമത്തെ ചിന്ത, ആര് പങ്കുവെക്കണം. സ്വത്രം ഇന്ന് രാത്രി പൊതുസദസ്സിനോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക, ഇതാരാ പങ്കുവെക്കണ്ടേ? ഇത് സ്തോത്രം ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് പുറത്തുള്ളവരെ അല്ല. ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന പുറത്തുള്ളവരെ അല്ല. സ്തോത്രം യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം. സ്തോത്രം ഈ ദൗത്യം തന്നിരിക്കുന്നത് സഭയ്ക്കാണ്. സ്തോത്രം ഇത് പങ്കുവെക്കാൻ ആളുകൾ ശക്തിയോടെ ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് സ്തോത്രം ഇന്ത്യയുടെ ചരിത്രം മാറിയത്. ഇംഗ്ലണ്ടിൽ നിന്ന് വില്യം കേറി ഇന്ത്യ വന്നപ്പോൾ ചരിത്രത്തിനകത്ത് മാറ്റം സംഭവിച്ചു. സ്തോത്രം ഇനി ഇത് പങ്കുവെക്കാൻ ഇന്ത്യയിൽ ഒരു വില്യം കേറി വരത്തില്ല. സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ഇനി ഇത് ഇന്ത്യ പങ്കുവെക്കാൻ ഒരു വില്യം കേറി വരത്തില്ല. ഇത് ഇന്ത്യയിൽ പങ്കുവെക്കേണ്ടത്, കേരളത്തിൽ പങ്കുവെക്കേണ്ടത്, ഇതിന്റെ കുഗ്രാമങ്ങളിൽ പങ്കുവെക്കേണ്ടത്, പട്ടണത്തിൽ പങ്കുവെക്കേണ്ടത് ഞാനാണെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്വത്രം ചെയ്താട്ട് സ്വത്രം. എല്ലാവർക്കും ഒരു സാധ്യതയുണ്ട്, എല്ലാവർക്കും ഒരു സാധ്യതയുണ്ട്. ഇത് പങ്കുവെക്കാൻ ഒരു സാധ്യത കിടപ്പുണ്ട്. സ്വത്രം ഒരു സ്ത്രീ, ശമരിയ സ്ത്രീ, നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വന്നതാ. അവളുടെ ആവശ്യത്തിന് വേണ്ടി ആളുവനക്കം ഇല്ലാത്തപ്പോ, പുറത്തിറങ്ങാൻ കഴിയാത്തവൾ ആളുവനക്കം ഇല്ലാത്തപ്പോ വെള്ളം കോരാൻ വന്നതാ. അവിടെ ഒരുവൻ, ജീവന്റെ ഉറവായവൻ അവിടെ ഇരിക്കുകയാ. യേശുവിനെ അവൾ കണ്ടുമുട്ടി, യേശുവുമായിട്ട് അല്പസമയം സംസാരിച്ചു. അവൾക്കൊരു കാര്യം തിരിച്ചറിഞ്ഞു, ഇവനാണ് സാക്ഷാൽ ജീവന്റെ ജലം, സാക്ഷാൽ ജീവൻ. അവിടെ എഴുതിയിരിക്കുന്നു, അവൾ പാത്രം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി. ഒരു ശമരിയ സ്ത്രീക്ക് സാധ്യത തുറന്നെങ്കിൽ
ഇതിനകത്തിരിക്കുന്നവർക്ക് എത്രയധികം സാധ്യത. ഇന്ന് രാത്രി നിനക്കൊരു സാധ്യതയുണ്ട്, നിനക്കൊരു സാധ്യതയുണ്ട്. യേശുവിനെ അറിയിക്കാൻ നിനക്കൊരു സാധ്യതയുണ്ട്. നരകത്തെ കൊള്ള ചെയ്ത് സ്വർഗത്തെ നിറയ്ക്കാൻ ഇതിനകത്തിരിക്കുന്നവർക്കൊരു സാധ്യതയുണ്ട്. ജീസസ് സ്തോത്രം. ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ പ്രസംഗം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. സ്തോത്രം. അവിടെ 3 പേരുടെ അപേക്ഷ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 പേരുടെ അപേക്ഷ. സ്തോത്രം. ഒന്നാമത്തത് ഭൂതത്തിന്റെ അപേക്ഷ കർത്താവ് കേട്ടു. രണ്ടാമത്തത് നാട്ടുകാരുടെ അപേക്ഷ കർത്താവ് കേട്ടു. മൂന്നാമത്തത് ഭൂതം ബാധിച്ച സൗഖ്യമായവന്റെ അപേക്ഷ കർത്താവ് കേട്ടില്ല. എന്താ അവന്റെ അപേക്ഷ എന്നറിയാവോ? ഞാനും നിന്റെ കൂടെ വന്നോട്ടെ. യേശു പറഞ്ഞു വേണ്ട. സ്തോത്രം. നിന്റെ മേൽ ഞാനൊരു ദൗത്യം ഏൽപ്പിക്കുകയാ. നീ എവിടെ തകർന്നോ, എവിടെ നീ ഉടഞ്ഞോ, എവിടെ നീ പുറത്തു വരുത്തില്ലെന്ന് പറഞ്ഞോ, ഇന്ന് രാത്രി ആത്മനിയോഗമുള്ളവർ സ്തോത്രം ചെയ്യോ. എവിടെ നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞോ, എവിടെ നീ തോറ്റെന്ന് പറഞ്ഞോ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ വിരൽ ചൂണ്ടി പറയുകയോ. സ്തോത്രം. ഒരു പുതിയ ദൗത്യം ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുക. ജീസസ്. കർത്താവ് അവനെ കൂടെ കൂട്ടി ശിഷ്യന്മാരുടെ കൂടെ കൂട്ടി കൊണ്ടുപോയില്ല. കർത്താവ് പറഞ്ഞു സ്തോത്രം, നീ പോയി നിന്നെ തന്നെ കാണിക്കാൻ. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവൻ ദെക്കപ്പൊലി നാട്ടിലെങ്ങും പോയി സുവിശേഷം പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, അവൻ ആരാന്നറിയാവോ? ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവൻ, ഉരുമി ഒടിച്ചവൻ, വസ്ത്രമില്ലാത്തവൻ, ഭ്രാന്തനെന്ന് മുദ്രകുത്തിയവൻ, കല്ലറയിൽ പാർക്കുന്നവൻ, ഒരു സാധ്യത ഇല്ലാതിരുന്നവൻ. സ്തോത്രം. ഇന്ന് രാത്രി ക്രിസ്തു സാന്നിധ്യം അവന്റെ അകത്ത് കയറിയപ്പോ 10 പട്ടണങ്ങളെ പിടിക്കാൻ. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പറയാ, നിന്റെ മേൽ വീഴപ്പെട്ട അഭിഷേകം ചെറിയ അഭിഷേകമല്ല. നിന്റെ മേൽ വീഴപ്പെട്ട നിയോഗം ചെറിയ നിയോഗമല്ല. നീ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. ഇതിനകത്ത് ചിലര് പൊളിഞ്ഞ ചിലതിനെ ഇന്ന് രാത്രി കർത്താവ് പണിയോ. ആര് പങ്കുവെക്കണം? ഏത് തകർന്നവനും ക്രിസ്തു സാന്നിധ്യത്തിനകത്ത് കയറിയിട്ടുണ്ടോ നിനക്കൊരു സാധ്യതയുണ്ട്. ഇത് പങ്കുവെക്കാൻ. ഈ കസേരയിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു സാധ്യതയുണ്ടെന്നാ പറഞ്ഞ്. ശമരിയ സ്ത്രീക്ക് ഒരു സാധ്യത തുറന്നെങ്കിൽ, ഗദരദേശത്തെ ഭൂതഗ്രസ്തന് ഒരു സാധ്യത തുറന്നെങ്കിൽ, എനിക്കൊരു സാധ്യത തുറന്നെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് രാത്രി ആ നിയോഗമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? ഇത് പങ്കുവെക്കാൻ. സ്തോത്രം. ഇത് പങ്കുവെച്ചെങ്കിൽ മാത്രമേ ഉച്ചനീചത്വങ്ങൾ മാറകത്തുള്ളൂ. ഇത് പങ്കുവെച്ചെങ്കിൽ മാത്രമേ അരാജകത്വങ്ങൾ മാറത്തുള്ളൂ. ഇത് പങ്കുവെച്ചെങ്കിൽ മാത്രമേ അനീതി മാറത്തുള്ളൂ. ഇത് പങ്കുവെച്ചെങ്കിൽ സമൂഹത്തിന്റെ കേട് മാറത്തുള്ളൂ. ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ദൈവം നമ്മളെ വിളിക്കുക ഇത് പങ്കുവെക്കാൻ. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? ഇത് പങ്കുവെക്കാൻ ഇന്ന് രാത്രി ഇവിടെ ചിലരെ കർത്താവ് വിളിക്കുക. എത്ര പേര് ഇന്ന് രാത്രി തീരുമാനമെടുക്കൂ? ഇന്നലെ പങ്കുവെച്ചതുപോലല്ല, കുറെ കൂടി ശക്തിയോടെ ഇന്ന് രാത്രി അങ്ങനെ തീരുമാനമുള്ളവർ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളൊന്ന് ഉയർത്തിയാട്ട്. നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. കരങ്ങൾ ചേർത്തടിച്ച് അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്.